മീൻകാരൻ ചേട്ടൻ നല്ല പച്ച കൊഴുവ കൊണ്ടുവന്നിട്ടുണ്ട്. ചില നാട്ടിൽ ഇത് നത്തോലിയാണെന്നാ, ഇവിടെ എന്തായാലും കൊഴുവയാണ്. കഴുകി വൃത്തിയാക്കിയ കൊഴുവ നമുക്കൊന്ന് പീര പറ്റിക്കാം. പീര പറ്റിച്ചത് ഇവിടെ വലിയ ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീട്ടുമുറ്റത്ത് കാന്താരിയുണ്ട്, നമുക്ക് ആ കാന്താരി കൊണ്ട് പീര പറ്റിക്കാം. നമ്മുടെ വീട്ടുമുറ്റത്താകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും നമുക്കൊരു സന്തോഷമല്ലേ. ഇങ്ങനെ വീട്ടുമുറ്റത്ത് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കറിക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ലേ. എനിക്കെന്തോ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഈ കാന്താരിക്ക് നല്ല എരിവാണ് കേട്ടോ, അതുകൊണ്ട് പച്ചമുളകിൻ്റെ ആവശ്യം വരത്തില്ല. കാന്താരിയും കറിവേപ്പിലൊക്കെ പറിച്ച് നമുക്ക് ഒന്ന് പീര പറ്റിച്ചെടുക്കാം. തേങ്ങാപ്പീര, തേങ്ങ ചിരകിയതിനാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. കാന്താരി, മഞ്ഞൾപ്പൊടി, കുടംപുളി, ഉള്ളി, നമ്മുടെ കുരുമുളകും കാന്താരിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഗ്രേവി നന്നായിട്ട് ഇറങ്ങും. എന്നിട്ട് നമുക്കിപ്പോൾ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ആ മീനിൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമാം. ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് തിരുമി അതിൻ്റെ ആ എരിവും ആ പുളിയും ആ മഞ്ഞൾപ്പൊടിയും ആ ഉപ്പും എല്ലാം കൂടെ ഒന്ന് സമം യോജിക്കുന്ന പോലെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയെടുക്കാം. ഇങ്ങനെ തിരുമ്മി വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് പണി തീർന്നേ. നല്ല സ്വാദാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.